നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ദോശയാണ് കേട്ടോ. അരിദോശയല്ല, റാഗി ദോശയല്ല, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ പല ആൾക്കാർ ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി നോക്കിയാലോ, എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നലെ രാത്രി സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്, ഏതാനും സാധനങ്ങൾ ഇത്തിരി അരിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, തുടങ്ങാം അല്ലേ. അത്താഴം ഊണ് കഴിഞ്ഞ് കിടക്കാൻ പോയപ്പോഴാണ് ആലോചിച്ചത് നാളേക്ക് എന്താ ഉണ്ടാക്കണ്ടേ. റാഗി ദോശയ്ക്ക് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തോന്നി എനിക്ക് ഇത് ഉണ്ടാക്കാമെന്ന്, ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്തു. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് കടല എടുത്തു. പിന്നെ പരിപ്പാണ്, തുവരപ്പരിപ്പ്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന തുവരപ്പരിപ്പുണ്ടല്ലോ, അത് ഒരു അര ഗ്ലാസ് എടുക്കാമെന്ന് വെച്ചു. എല്ലാം പ്രോട്ടീനാണ്, കടലയായാലും പരിപ്പായാലും ഉഴുന്നും പരിപ്പായാലും. ദെൻ ഉഴുന്നും പരിപ്പ് എടുത്തു, അതും അര ഗ്ലാസ് എടുത്തു. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നും പരിപ്പാണ് സാധാരണ ദോശയ്ക്ക് എടുക്കാറ്. ഇന്ന് അതിൽ കൂടെ പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഇത്തിരി ഉലുവ. അപ്പോൾ ഒരു ഗ്ലാസ് അരി, ഒരു ഗ്ലാസ് കടല, അര ഗ്ലാസ് പരിപ്പ്, അര ഗ്ലാസ് ഉഴുന്നും പരിപ്പ് നന്നായിട്ട് കഴുകി പൊടി കാടി എല്ലാം കളഞ്ഞിട്ട് ഇനി അതിൽ വെള്ളമൊഴിച്ച് വയ്ക്കാം കുതിരാനായിട്ട്. ഒരു കപ്പ് വെള്ളമൊഴിച്ചു പോരാ കേട്ടോ, നല്ലോണം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം ഒട്ടും ഉണ്ടാവില്ല കുതിർന്ന. കടലൊക്കെ കുതിരുമ്പോൾ വലുതാവും, വെള്ളം വയ്ക്കുമ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു. കണ്ടോ, ഇഷ്ടം പോലെ വെള്ളമായി. നാളേക്ക് ഇത് കുതിരുമ്പോൾ ഈ വെള്ളം അരയ്ക്കാൻ ഉപയോഗിക്കാം കേട്ടോ. അടച്ചു വെച്ചു. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് യോഗയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച അരിയും കടലയൊക്കെ ഉണ്ടല്ലോ, അത് അരയ്ക്കാം. ആദ്യം അരച്ച് വെച്ചതിന് ശേഷമാണ് അടുത്ത പരിപാടി. അപ്പോൾ ഫസ്റ്റ് പണി ഇതാണ് കേട്ടോ. പകുതി എടുത്ത് മിക്സിയിലിട്ടു, അതേ വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു. നന്നായിട്ട് അരയ്ക്കാം. അരച്ചു. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. അത് നമുക്ക് പുതിയ വെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ. വെള്ളം തികയില്ല, അതിലത്തെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിരിക്കണു. വീണ്ടും നല്ല വെള്ളം ഒഴിച്ചിട്ട് അരച്ചു. കണ്ട, നല്ല കട്ടിയുള്ള മാവ് അല്ലേ. ഇത്തിരീശ തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അരയ്ക്കണം. ഇതും കൂടി ഇടാം. അതിട്ടു, അരച്ചു. അതിലേക്ക് വാങ്ങി ഒഴിക്കാം. ഇപ്പം നമ്മുടെ മാവ് അരയ്ക്കണ പണി കഴിഞ്ഞു. നല്ല കട്ടിയുള്ള മാവാട്ടോ. ഈ മിക്സിയുടെ ജാറ് ഒന്നിങ്ങനെ കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടണം. പൊടി ഉപ്പാണ് ഇടണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല, കയ്യിലോണ്ടായാലും കുഴപ്പമില്ല. ഞാൻ കയ്യിലോണ്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം കേട്ടോ. അധികം നേരം വേണ്ട, എടുത്ത് പുളിപ്പിക്കാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം തന്നെ ഉണ്ടാക്കാം. പക്ഷേ അതിൽ മുന്നായിട്ട് നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചിട്ടാ. ചട്നി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം. ഇത്തിരി നേരം ഇവിടെ ഇരിക്കട്ടെ, അടച്ച് വയ്ക്കാം. ഇന്നലെ രാത്രി ഞാൻ നാളികേരം ചരുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചട്നി അരയ്ക്കാനായിട്ട് എടുക്കാം. ജാറിലിട്ടു, ഉപ്പിട്ടു. നല്ല കാന്താരി മുളക് ഉണ്ട് കേട്ടോ, അത് കുറച്ചങ്ങോട്ട് ഇട്ടു. നല്ല എരിവുണ്ടാവും, നല്ല സ്വാദാ. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തു. ഇതിലേക്ക് പകർത്താം. നല്ല കുറുക്കൻ ചട്നി കേട്ടോ, നല്ല രസമാണ്. അധികം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ. ഇതിലേക്ക് ഈ ചട്നിയിലേക്കൊന്ന് വറുത്തിടണം. പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. 2 വറ്റൽ മുളക് അതിലേക്ക് പൊട്ടിച്ചിടാം.
ഇപ്പം ഞാൻ ഈ ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും മുളക് കേട്ടോ. പോക്കൊന്നുമില്ല, എപ്പോഴും ക്രിസ്പി ആയിട്ട് ഇരിക്കും ചെയ്യും. മുളക് ഇട്ട് കഴിഞ്ഞ് ഞാൻ ഓഫാക്കിയിട്ടോ കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ വറുത്തിടൽ കഴിഞ്ഞു. ഗാർണിഷ്ഡ് ചട്നി റെഡി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി ചട്നി. എത്ര ദോശ വേണമെങ്കിലും തിന്നാം. ഇനി ഇത്തിരി ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വെച്ചു. തക്കാളി ചമ്മന്തി. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. ഇനി ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളതാണ്. തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, അങ്ങനെ സാധനമായിട്ട് ഉണ്ടാക്കാറ്. സവാള നുറുക്കാട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തിയേക്കാൾ ഇത്തിരി വ്യത്യാസം എഴുതുന്നു കേട്ടോ. 2 ഇൻഗ്രീഡിയൻസ് ഞാൻ പുതിയത് ഇടുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഇട്ടു. ഇനി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇടാം. മല്ലിയില ഇത്തിരി കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ പോയി നോക്കിയപ്പോഴേ ഇതുണ്ടായുള്ളൂ, അത് മതിയെന്ന് വെച്ചു. നമ്മുടെ സ്വന്തം മല്ലിയിലയാണ്, ആവണേ ഉള്ളൂ. 2 മണി കുരുമുളക് ഇട്ടു കേട്ടോ ഞാൻ. ഇതാണ് ഇന്നത്തെ വേറൊരു സ്പെഷ്യൽ സാധനം, കുരുമുളക്. ഇത്തിരി മല്ലി, അധികം വേണ്ട കേട്ടോ, ഇത്തിരി ഒരേ കുത്ത്, അതായത് 1 ടീസ്പൂൺ കുരുമുളകും മല്ലിയിട്ടു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് മാവൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ചമ്മന്തിയുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദോശ തട്ടുമ്പോൾ ഇത്തിരി എണ്ണ അങ്ങനെ തൂവിയിട്ട് കൈ കൊണ്ടൊന്ന് തുടച്ച് കളഞ്ഞു. ഇതിൽ ഉപ്പ് ചമ്മന്തിയിലേക്ക് ഇട്ടു. ഇന്നത് വാങ്ങി വെക്കാം കേട്ടോ, ചൂടാറട്ടെ, എന്നിട്ട് വേണം അരയ്ക്കാനായിട്ട്. ചൂടാറിനേക്കാൾ മുമ്പ് മിക്സിയിലിട്ടാൽ ഈ ജാറിലിട്ട അപകടമാണ്, തെറിക്ക് പുറത്തേക്ക്. ദോശത്തട്ട് ചൂടായിട്ടുണ്ട്. ആദ്യത്തെ മാവ് ഒഴിക്കാൻ പോകട്ടെ. ദൈവമേ, വലിയ ദോശ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നല്ല വട്ടത്തിൽ അങ്ങോട്ട് പരത്തി. ഇതിനേക്കാളും വേണമെങ്കിൽ വട്ടാക്കായിരുന്നു കേട്ടോ. സാരില്ല, അടുത്ത പ്രാവശ്യം വലുതാക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഇത്തിരി നല്ലെണ്ണ കുറച്ചിങ്ങനെ തൂവാം. ജയശ്രീ അപ്പുറത്ത് പാലൊക്കെ വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. പാലടുപ്പത്ത് വെച്ചു. ചായ വെക്കണം. ഇതാ നമ്മുടെ ദോശ മറിച്ചിടാറായിട്ടാ. വലിയ കുഴപ്പമൊന്നുമില്ല. അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള കിട്ടും. നോക്കൂ, മറിച്ചിട്ടു. ഒരു കുഴപ്പമില്ല, നല്ലതാട്ടോ. നല്ല കണ്ടിട്ടുണ്ടെങ്കിൽ റാഗിയുടെ കളറല്ല, എന്നാൽ അരിയുടെ കളറും അല്ല. കുഴപ്പമില്ല, നല്ലതാ. കടലയ്ക്ക് ഉണ്ടല്ലോ, കടല പരിപ്പ്, ചെറിയ മഞ്ഞ കളറുണ്ട്. ജയശ്രീ അവിടെ ചമ്മന്തി അരയ്ക്കുകയാണ് കേട്ടോ. തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടല, ഇത്തിരി അരി. പ്രോട്ടീൻ റിച്ചാണ് ഈ സാധനം. അതായത് ഞാൻ വിചാരിച്ചത് ചെറുപയറിടാന്നാണ്. ചെറുപയർ നല്ലതാ. അരച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഈ ഇതും കൂടി അരച്ചോ. ഇത്തിരി കുട്ടിയുള്ളോ, എല്ലാത്തിനും തുമ്പ് പോയി പൊട്ടിച്ചു. ക്രിസ്പി ആയിട്ട് എടുക്കണം, അങ്ങനെ സ്വാദുണ്ടാവുള്ളൂ. അത് ഏത് ദോശയ്ക്ക് അങ്ങനെ തന്നെയല്ല. ഞാൻ ശ്രദ്ധിച്ചില്ല അല്ലേ ക്രിസ്പി. ഇവിടെ സുന്ദരിക്ക് ശ്രീഹരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്പി. സുന്ദരി ഇപ്പോൾ ഒന്നാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും
അടുത്ത ദോശക്കുള്ളത് ഒഴിക്കുക കേട്ടോ. ഷോ നല്ല ചൂടായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ദാശത്തട്ട് നന്നായിട്ട് ചൂടായില്ലോ, അതാ. ഇനി തീ കുറയ്ക്കാം. എണ്ണ തടവാം, എണ്ണ തൂവാം. ചമ്മന്തി റെഡി ആയില്ലേ ജയശ്രീ പകർത്തിക്കോളൂ ചമ്മന്തി കേട്ടോ. അതും റെഡി ആയിട്ടാ, വേഗം വേഗം ആവുന്നുണ്ട്. ചൂടധികം അയാളുടെ കരിയും ചെയ്യും, മാത്രമല്ല പരത്തുമ്പോൾ പൊട്ടും. ആദ്യത്തെ രാജാറിന് കൊടുക്കട്ടെ. പ്രോട്ടീൻ റിച്ച് ദോശയാണ് കേട്ടോ. എന്താ എങ്ങനെയുണ്ട്? കഴിച്ചു കഷ്ണം? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തിനാ മനസ്സിലായി ചേട്ടന്? കൂടുതലുണ്ടേ, രണ്ടും രണ്ടെണ്ണം കഴിച്ചാൽ ഫുള്ളാവും. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ദോശ, ചട്നിക്ക് പ്രത്യേകത കാന്താരിമുളക് ചട്നി, പിന്നെ മല്ലിയില ചമ്മന്തി. പുതിനയല്ല ഇത് സ്പെഷ്യലായിട്ട്. എന്ത് ചേട്ടന് പുതിന എത്തിയിട്ടുള്ള വേറെ സാധനമായിട്ടുണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ തോന്നുന്നുണ്ട് വല്ലതും ടേസ്റ്റ്. പുതിനയുണ്ട്. പുതിനയുണ്ട്. പിന്നെന്താ സ്പെഷ്യല്? റാഗി ദോശ ടേസ്റ്റ് ആണോ അതിന്? അല്ലല്ലോ. ഇതാണ് ഇത്തിരി അരി, പിന്നെ കടല, പിന്നെ കറുത്ത കടലയില്ലേ, വെള്ളക്കടലയല്ല, കറുത്ത കടല ഇട്ടാൽ നിറം വരുന്നത്. കടല, ഉഴുന്ന്, പിന്നെ പരിപ്പ്, തുവരപ്പരിപ്പ്, പിന്നെ അരി, ഉലുവ. അപ്പോൾ അരി മാത്രം കുറച്ച്, അരിയുടെ ക്വാണ്ടിറ്റി കുറയൂല. അപ്പം കുംഭകോണത്തെ പൊടിദോശ ഉണ്ടാക്കിയുള്ള പൊടിദോശ ഉണ്ടാക്കണം. പൊടിദോശ കുംഭകോണത്ത് അല്ല സ്വാദില്ല, നല്ല ടേസ്റ്റാണ്. ഇത് നല്ല പറയുന്നത് വെയിറ്റ് ലോസിനൊക്കെ കുംഭകോണത്തെ പൊടിദോശ ഉണ്ടാക്കണമെന്നല്ലേ. പിന്നെ ഞാൻ മേടിച്ച ദോശ എന്താണോ? ചേട്ടൻ മേടിച്ചാൽ പൊടിദോശ, ജ്യോതി മേടിച്ചത് ഒനിയൻ ദോശ, ഞാൻ വാങ്ങിച്ചത് ഗീ റോസ്റ്റ്, നെയ് റോസ്റ്റ്. അവർ വാങ്ങിച്ചത് ഗീ റോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ കടല വേറെ വേവിക്കേണ്ട, എല്ലാത്തിനും ഉള്ളിലുണ്ട്, കടലയുണ്ട്. ഞാൻ എടുത്തരാം. ചമ്മന്തി ഇന്നത്തെ സൂപ്പറാണെന്ന് എനിക്ക് തോന്നണേ. കുരുമുളകൊക്കെ ഇട്ടിട്ടാൽ മതിയാണ്. ചട്നി സൂപ്പറാവാൻ സാധ്യതയുണ്ട്, കാരണം ചട്നിയിൽ നല്ല കാന്താരിമുളക്, നമുക്കിലേക്ക് വന്ന കാന്താരിമുളക്. വേറൊരു വേണം? മതിയാവും തോന്നാൻ എനിക്ക്. തയ്ക്കാം. നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാ. എത്ര കഴിച്ചിട്ടില്ല? കഴിച്ചോളൂ. എൻ്റെ അഭിപ്രായം പറയാം. നല്ലതല്ലേ? നമ്മൾ ഈ കഴിച്ച് വരുമ്പോൾ നമുക്ക് ഇഷ്ടമാവും. ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമുക്കത് എന്താ അങ്ങനെ പറയില്ല. മറ്റു ദോശ പോലെ തന്നെയാണ്. റാഗി ദോശ പോലെയല്ല, അരി ദോശയാണ്. നല്ല കുറച്ചൊക്കെ കഴിച്ചിട്ട് പറയൂ. അപ്പോൾ ഇത് കഴിച്ചാൽ ഗുണം വെച്ചാൽ അരി ദോശ, റാഗി ദോശ കുഴപ്പമില്ല, നമ്മളതിലൊന്നും ചെയ്തില്ല. ഒറ്റ സാധനം വേറെ ചേർക്കണില്ല. റാഗിയും ഉഴുന്നും മാത്രമേ ഉള്ളൂ. ഇതിൽ
എന്ത് ഒരു ഗ്ലാസ് അരി, ഒരു ഗ്ലാസ് കടല, അര ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്, ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഇടാറ് ഇട്ടു. പിന്നെ അര ഗ്ലാസ് മറ്റേ പരിപ്പ് ഇട്ടു, തോരപ്പരിപ്പ് ഇട്ടു. പിന്നെ ഒരു ഇത്രയ്ക്ക് ഉലുവ ഇട്ടു. എന്തായാലും കുഴപ്പമില്ല, വിശപ്പ് മാറും. പിന്നെ അധികം പ്രോട്ടീനുള്ളത്, പ്രോട്ടീൻ റിച്ചാണ്, പ്രോട്ടീൻ റിച്ച്. പ്രോട്ടീൻ റിച്ച് ആഹാരമാണ്. രാവിലെ കഴിച്ചാൽ, രാവിലെ ആവാം എപ്പോഴും കഴിക്കാം, അരി ഭക്ഷണത്തിനേക്കാളും കൂടുതൽ സമയം നമുക്കിത് വിശക്കാണ്ട് നിൽക്കും. നല്ല ഹെൽത്തി ഫുഡാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ, അതായത് തടി കുറയണം, അതുപോലെ തൂക്കം കുറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് കഴിച്ചാൽ മതി. വിശപ്പ് മാറിയില്ലേ. റാഗി നല്ലതാട്ടോ, നമ്മൾ ദിവസം റാഗിയിൽ ഉണ്ടാക്കാറ്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനിങ്ങനെ കുറേ നാളായി കാണണം വീഡിയോസിലൊക്കെ ഇങ്ങനത്തേക്ക് ഉണ്ടാക്കണത്, പലരും ആൾക്കാർ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടാക്കിയ ശരി ഇത് പുളിപ്പിക്കാൻ വെക്കേണ്ട കാര്യമില്ല, അത് പ്രത്യേകത. അപ്പോൾ ഈ നമ്മളുടെ ആ ദോശ കഴിച്ചു. രാജേട്ടൻ നല്ലതാന്ന് പറഞ്ഞു. രാവിലെ ആ ദോശ കഴിച്ചിട്ട് ഒട്ടും വിശക്കണമൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ല എനർജി തോന്നുന്നുണ്ട്. കാരണം എല്ലാം നല്ല നല്ല സാധനമാണല്ലോ. പിന്നെ അധികം എരിവും പുളിയും അങ്ങനത്തെ വരുന്നുമില്ല ദോശ ആയതുകൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ചെയ്താൽ മാത്രം പോരട്ടെ, ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഉണ്ടാക്കൂ കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം അങ്ങനെ. ഓക്കെ, ശരി.